ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയർ ഇതേപോലെ കൊറോണ ലോക്ക്ഡൗൺ ആയി കിടന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തായിരുന്നു. അത് ഒരുപാട് പേര് കണ്ട് ഹെൽപ്പ് ചെയ്ത് നല്ലൊരു വമ്പൻ ഹിറ്റ് വ്ളോഗ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് എൻ്റെ കൊറോണ ഒരു 2.0 ഒരു ലോക്ക്ഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് ഒരു 1 ഇയറിന് ശേഷം ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്. സോ അല്ല ഇന്നെന്ന് വെച്ചാൽ അന്നത്തെ അത്രയും ഹാപ്പനിങ് ഒന്നും ആയിരിക്കത്തില്ല. കാരണം ബേസിക്കലി അച്ഛൻ വീട്ടിലില്ല. അച്ഛൻ ബാംഗ്ലൂർ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്, ട്രാവൽ ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ വീട്ടിൽ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ഓരോരോ മുലയ്ക്ക് ഫോണും ലാപ്ടോപ്പും ഒക്കെ വെച്ചിരിക്കുന്നതാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ വിശദീകരിച്ച് കാണിച്ചു തരാം. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഇവിടെ നിർത്താല്ലേ. ഇവിടെ ബാൽക്കണിയിൽ നിൽക്കുകയാണ്. കേൾക്കാൻ വന്നത് ബാൽക്കണിയിലാണ്. താഴെ ഏതോ ഒരു ഫാൻ കുട്ടി വന്നിട്ടുണ്ട്, അമ്മൂൻ്റെ. എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് തോന്നുന്നു. നോക്കാം. അപ്പാരൻ്റ്ലി എന്നെയും വിളിച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യിപ്പിക്കാണ്. കൊള്ളാം അല്ലേ? ഇത് മാറ്റണം അല്ലേ? ഹായ്, ഇത് എന്തായാലും കുഞ്ചേട്ടൊരു ഹായ് പറഞ്ഞോ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഹായ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പൊടിയേരി കഞ്ഞിയാണ് കുടിക്കുന്നത്. ബാക്കി എല്ലാവരും വേറെ എന്തോ കഴിച്ചത്, ഞാൻ അത് കഴിച്ചില്ല. പൊടിയേരി കഞ്ഞിയാകുമ്പോൾ ഞാൻ കുറേ കുടിക്കും. ഈ ചോറ് വേണ്ട, ചോറ് പിന്നെ എപ്പോഴും ലേറ്റായിട്ടല്ലേ കഴിക്കുന്നത്, ലേറ്റായിട്ട് കഴിക്കാം. ഇത് ഈ ഒരു പ്ലേറ്റ് നിറച്ച് കുറച്ച് ഫില്ല് ചെയ്തിട്ട് ഈ ചമ്മന്തി കൂട്ടി ഞാൻ കഴിക്കും. ചമ്മന്തിക്കകത്ത് എനിക്ക് കരിവേപ്പില ഇഷ്ടമല്ല, കരിവേപ്പില ഇല്ലാതാക്കി അല്ല കുറച്ച് മതി മതി. ഓക്കെ, ഉപ്പിടട്ടെ. ഇനി കഴിച്ചിട്ടാവാം ബാക്കി. കുക്കിംഗ് വ്ളോഗായി മാറിയല്ലേ പെട്ടെന്ന്, ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നവർ മതി. ആൾക്കാർ കമൻറ്റിൽ വന്ന് കഞ്ഞിന്ന് കമൻറ്റ് ഇടും. ഈ കഞ്ഞി ലഞ്ച് കഴിക്കുമ്പോൾ ഫുൾ BTS ആണ് കാണുന്നത്. ഞാൻ ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കൊണ്ട് ഇവിടെ എൻ്റെ സോഫയിൽ കിടക്കുവാണ്. ഷാനി ലഞ്ച് കഴിക്കാൻ പോവുകയാണെന്നാണ് എൻ്റെ നിഗമനം. ഞാനിന്ന് യൂട്യൂബിൽ കാൾ റോക്ക് അയാളുടെ കുറച്ച് വീഡിയോസൊക്കെ കാണുമായിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. സോ വൈഷ്ണവ് എല്ലാവരും വാക്സിനൊക്കെ എടുത്ത് വരുന്ന വഴി. അപ്പോൾ എനിക്കിനി സിൽവർ പ്ലേ ബട്ടൺ എൻ്റെ കയ്യിലാണ് വന്നേക്കുന്നത് വൈഷ്ണവിൻ്റെ. അവൻ്റെ അഡ്രസ്സിലോട്ട് പോകത്തില്ല. സോ ഇവിടെ വന്നിട്ടുണ്ട് കളക്ട് ചെയ്യാൻ, ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. സോ ഞാൻ ചിക്കൻ ചീസ് ബോൾസ് ആക്കി ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനത് 2 ദിവസം മുന്നേ സ്റ്റോറി ഇട്ടായിരുന്നു, പലരും കണ്ടിട്ടുണ്ടാവണം.
അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക, വൈഷ്ണവ് സത്യം പറഞ്ഞാൽ ഒരുപാട് നാളെൻ്റെ പിന്നാലെ നടന്ന് ചോദിച്ചാൽ അത് ഒരിക്കൽ കൂടെ ഉണ്ടാക്കുമോ എന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അപ്പച്ചെടുത്ത ചീനിച്ചട്ടി ഇപ്പോൾ ഒന്ന് എടുത്ത് തരാൻ പറഞ്ഞു. കാരണം എനിക്കത് ഇരിക്കുന്ന സ്ഥലത്ത് മൊത്തം കുറേ പല്ലിയൊക്കെ ഉണ്ടോ, അപ്പോൾ എനിക്കത് പോയി എടുക്കാൻ പേടിയാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് വൈഷ്ണവ് വരുമ്പോൾ അധികമൊന്നും ഇല്ല കേട്ടോ, ഒരു 40 പീസേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത്ര ചിക്കനെ അത് മേടിച്ചുള്ളൂ. അപ്പോൾ ഒരു 5-6 കഷ്ണം കൊടുക്കാൻ, കാരണം നമ്മുടെ വീട്ടിൽ തന്നെ കണക്കിന് ആൾക്കാരുണ്ടല്ലോ കൊടുക്കാൻ. സോ ഒരു 5-6 കഷ്ണം ഇപ്പോൾ ഒന്ന് എടുത്ത് നമ്മളൊന്ന് ആക്കാൻ പോകുന്നത്. എങ്ങനെ വരും എന്ന് അറിയത്തില്ല, കാരണം ഞാനൊരു പുതിയ റെസിപ്പിയിലാണ് ട്രൈ ചെയ്തത്. പുതിയ ഒരു ഫോറിൻ ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, കൊള്ളാമെന്ന് കേട്ടിട്ട്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ഉണ്ടാക്കാം. നമ്മുടെ സംഭവം സാധാരണ നമ്മുടെ ഈ ബ്രെഡ് ക്രംസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കുഞ്ഞു കഷ്ണം പോലെയാണല്ലോ. ഇത് ഞാൻ ഒരു ഇമ്പോർട്ടഡ് സാധനമാണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പീസാണ് ബ്രെഡ് ക്രംസ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് എണ്ണ ചൂടാവുന്നുണ്ട്, സാധനം സെറ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ കുക്കിംഗ് വ്ളോഗ് പോലെ ആയിപ്പോയല്ലേ. എണ്ണ ചൂടായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല, ചൂടായില്ല. ഈ സംഭവം ഇട്ടിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായി വന്നു തുടങ്ങി എണ്ണ. നല്ലപോലെ വന്നാൽ മതിയായിരുന്നു. ഗോൾഡൻ ബ്രൗണിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അകത്ത് മോസറല്ല ചീസ് ഇട്ടുകൊണ്ടേ ചീസ് ഇങ്ങനെ പുറത്തോട്ട് ജ്യൂസ് ചെയ്ത് ഇറങ്ങി വരുവാണ്. അടിപൊളി. ആക്കിയിട്ടുണ്ട്. വൈഷ്ണവ് വന്നു. വൈഷ്ണവിന് വേണ്ടി ഞാൻ കൂട്ടത്തിൽ കുറച്ച് ബെസ്റ്റ് നോക്കി സെലക്ട് ചെയ്തെടുത്തു. കൊണ്ട് കൊടുക്കട്ടെ, എന്ത് പറയുമോ എന്തോ. ചീസ് ആ മൊസറല്ല കറക്റ്റായിട്ട് വന്നില്ലേ? ആ നേരത്തെ കടിച്ചപ്പോൾ ഇങ്ങനെ വലിഞ്ഞു. ഇതിനകത്ത് വലിഞ്ഞു വരുന്നില്ലല്ലോ. അപ്പച്ചി നേരത്തെ ഒരെണ്ണം ട്രൈ ചെയ്തതാണ്. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പച്ചി ഇതും കൂടെ ട്രൈ ചെയ്തിട്ടൊന്ന് പറയാമെന്ന്. എങ്ങനെയുണ്ട് ചീസൊക്കെ? കറക്റ്റ് അല്ലേ? വരുന്നു കൊള്ളാമല്ലേ? ഓക്കെ, കൊടുത്തു. ഹൻസിക്ക് കൊടുത്തു, ഹൻസിക്ക് അമ്മൂനും കൊടുത്തു. ഹൻസിക്ക് അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു, അതുകൊണ്ട് എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഓക്കെ, ഈ അമ്മയുടെ ടേൺ. കഴിച്ചു നോക്കിക്കോ, കൊള്ളാമെന്ന് പറഞ്ഞു. സോസ് യെസ്, സോസ് ഞാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഉള്ളത്. അതിന് വേണമെങ്കിൽ മുക്കിക്കോളൂ. ചീസ് അകത്ത് കറക്റ്റായിട്ട് വന്നോ? ഓക്കേ. സോ ഇപ്പോൾ ചിക്കൻ നഗറ്റ്സും സാധനങ്ങളും എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇഷാനി ഇപ്പോഴും കിടന്ന് ഉറങ്ങുവാണ്, അതുകൊണ്ട് അവൾ എൻ്റെ ചിക്കൻ നഗറ്റ്സ് ഒന്നും ഇതുവരെ കഴിച്ചില്ല. ചിക്കൻ നഗറ്റ്സ് അല്ല, ചിക്കൻ ചീസ് ബോൾസ്. ഇറ്റ് ലുക്സ് ലൈക്ക് ചിക്കൻ നഗറ്റ്സ്. സോ അപ്പോൾ അവൾ ഇനി എണീച്ച് വന്നിട്ടാണ് അവൾ വർക്കൗട്ടും കാര്യങ്ങളും. അവൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ഈ കാര്യത്തിലൊക്കെ. ദാറ്റ്സ് ഹൗ ഷീ ഗെയിൻഡ് വെയിറ്റ്. ബട്ട് ദെൻ ഐ തിങ്ക് ഐ എം ക്വൈറ്റ് ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ് റൈറ്റ് നൗ. സോ എനിക്ക് വയ്യ വർക്കൗട്ടൊക്കെ പിന്നാലെ പോവാൻ. സോ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു മൂഡ് വരുമ്പോൾ പോയി ഡാൻസ് ചെയ്യും, വർക്കൗട്ടൊക്കെ ചെയ്യും. ഐ ഡു തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ എപ്പോഴും ഒന്നും എനിക്ക് ഐ എം നോട്ട് ഇൻ ടു ദാറ്റ്. ഐ എം മോർ ഇൻ ടു ഈറ്റിംഗ്. സോ എന്തായാലും ഞാനിപ്പോൾ എനിക്ക് കുളിക്കാൻ സമയമായി. അപ്പോൾ കുളിക്കില്ല. ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ അല്ല. ഇന്നലെ ഞാൻ ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് എൻ്റെ ഹെയറിന്. അപ്പോൾ ഇന്ന് ബോഡി വാഷ് ഡേ ആണ്, ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ അല്ല. സോ പലരും എൻ്റെ അടുത്ത് ഫേസിലെ ഗ്ലോയിനെ പറ്റി പറയുന്നുണ്ട്. അത് ഞാൻ എൻ്റെ തൊട്ട് മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു. വൈറ്റമിൻ സി സെറം ഞാൻ 2 തവണയൊക്കെ ഒരു ദിവസം യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് അത് തേച്ചിട്ട് മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ. സോ കീപ്പ് ഓൾ ദാറ്റ് അസൈഡ്. ഞാൻ ദേഹം കഴുകാൻ പോവുകയാണ്. അപ്പോൾ ശരി, നമുക്കതെല്ലാം കഴിഞ്ഞ് കാണാം. ഇപ്പോൾ BTS കാണുന്നില്ലേ? നീ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യായിരുന്നോ അതോ റീലോ? ഇന്ന് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഞാൻ മാത്രം ചെയ്യുന്നില്ല. അപ്പോൾ ശരി. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ചിക്കൻ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി സീരീസ് കാണുമ്പോൾ എക്സൈറ്റഡ് ആണോ സീരീസ് കാണാൻ? ഐ ആം വെരി എക്സൈറ്റഡ് ടു വാച്ച്. നമ്മൾ ഫാമിലി മാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നൊരു ഫീലിംഗ്. അപ്പോൾ ഇത്ര നാള് CTS ആയിരുന്നു, ഇപ്പൊ സീരിയൽ. അതെ. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ബോഡി വാഷ് ചെയ്തിട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഹൻസ് വർക്കൗട്ട് ചെയ്യാനല്ലേ പോകുന്നത്. അപ്പോൾ ഓക്കെ. ചായയുടെ കപ്പ് നോക്ക്. ഓ ചായയുടെ കൂടെ ഭയങ്കര ചൂട്, നാക്ക് പൊള്ളി. ഓക്കെ. ഞാനവിടെ എനിക്കും കൂടെ വേണ്ടിയിട്ട് 4 ഉണ്ടാക്കുവാണ്. ഓൺ ദ മേക്കിംഗ്.
ഇപ്പോൾ ഞാൻ ദേഹമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. സീരീസ് കുറച്ച് കഴിയുമ്പോൾ കാണും. ഇപ്പോൾ 8 മണിയായി, ഡിന്നർ കഴിച്ചില്ല. അപ്പോൾ ഞാൻ ഈ പേരയ്ക്ക, ഇത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് വലിയ പേരയ്ക്ക കിട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പോർഷൻ മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷാനി ഇവിടെ ഉണ്ട്. ആള് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. മറ്റേ അവളുടെ ഹെൽത്തി ഫുഡ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചെന്നൊക്കെ നോക്കാൻ. അങ്ങനെ ഉണ്ടാക്കി ചിക്കൻ ബോൾസ് അതില്ലടാ ഇവിടെ രാത്രി ഇഷാനി ജിം ട്രെയിനർ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. ആ ഒരു ഡയറ്റാണ് അനുസരിച്ച് ഓരോ ദിവസവും വേറെ വേറെ സാധനങ്ങളൊക്കെയാണ് ഇതെന്തത്. അപ്പം ഞാൻ പലപ്പോഴും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കഞ്ഞി സാധനങ്ങളല്ലോ കഴിക്കാറുണ്ടെങ്കിൽ വീട്ടിൽ ചോറ് എനിക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ പലത് രാത്രി കഴിക്കാൻ വലിയ താല്പര്യമുള്ള ഒരാളല്ല. ഒന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കും, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഉച്ചയ്ക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ആണെങ്കിൽ ഞാൻ അത് രാത്രി കഴിക്കും. അപ്പോൾ ഇന്ന് ഞാൻ അയ്യോ കൊതു, ഈ വീട്ടിലുള്ള കൊതു എൻ്റെ പിന്നാലാണ് നടക്കുന്നത്. അൽഫാമാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് മലയാളികൾക്ക് പലർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണിത്. അതിൻ്റെ ലെഗ് പീസ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അതിൻ്റെ പലപ്പോഴും നമ്മൾ ഈ ക്വാർട്ടർ അൽഫാം പറയുമ്പോൾ അവർ ഈ ബ്രസ്റ്റിൻ്റെ സൈഡൊക്കെ എടുത്ത് തരും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ ഉള്ള ഈ സാലഡ്, എനിക്ക് ഈ സാലഡിനകത്ത് സത്യം പറഞ്ഞാൽ ഈ ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഇഷ്ടമുള്ളൂ. എനിക്ക് ആ ഒരു കുക്കുംബർ എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ടല്ല, ഒരു അര വർഷമായി, അത്രയും സമയമായി കാണും. എനിക്കിപ്പോൾ കുക്കുംബറിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല. പണ്ട് ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു, ഒരുപാട് ആസ്വദിച്ച് കഴിക്കുന്ന ആളായിരുന്നു. ഇപ്പം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലുതായിട്ട് പറ്റാറില്ല ഫോർ സം റീസൺ. അയ്യോ അത് മൊത്തം എടുത്തു. ഓക്കെ, നാരങ്ങ പിഴിഞ്ഞു പിടിക്കാതെ എന്ത് അൽഫാം, അത് കാണിച്ചു തരാം. പെർഫെക്റ്റ്. എൻ്റെ വ്ളോഗ് ഇന്ന് മൊത്തം ഫുഡിനെ കുറിച്ചായിരുന്നു. പലരും വിചാരിക്കും രാവിലെ കഞ്ഞി കാണിച്ചു, അതിന് ശേഷം ഈ ചിക്കൻ്റെ സാധനം കാണിച്ചു, ചിക്കൻ ചീസ് ബോൾസ് വറക്കുന്നത്, അതിനുശേഷം എന്താ ഇപ്പോൾ അൽഫാം. ഈ കുട്ടിക്ക് വട്ടാണ്, ഇതെന്തിനാ ഇത് തീറ്റി മാത്രം ഇതിൻ്റെ ജീവിതത്തിലുള്ളൂ എന്നായിരിക്കും ഇവർ പലതും ആലോചിക്കുന്നത്. എനിവേസ്, അപ്പോൾ ഇനി ബാക്കി തിന്ന് കഴിഞ്ഞതിന് ശേഷം ആവാം. കാരണം തിന്ന് കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യേണ്ടത്. തിന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ സീരീസ് കാണാൻ പോവും. പിന്നെ ലൂഡോ കളിക്കുന്ന സെറമണി ഉണ്ട്. ലൂഡോ കളിക്കുന്ന സെറമണി സാധാരണ അഞ്ജലിയും ഞാനും അഖിലും കിച്ചോണ് കളിച്ചു. ഇന്ന് അഞ്ജലിക്ക് വാക്സിൻ ഒക്കെ എടുത്തതിന് ശേഷം ചെറിയ വയ്യായ്മ ഉണ്ട്. അഞ്ജലി ചിലപ്പോഴേ വരത്തുള്ളൂ. അഖിലും കിച്ചും ഉണ്ടാവണം. പിന്നെ വാസു അല്ലെങ്കിൽ മോജോ സംഗീത് ഇതിലാരെങ്കിലും വിളിച്ചിട്ട് നമ്മൾ കളിക്കുന്ന ബിറ്റ് എന്തായാലും ഞാനത് കാണിക്കുന്നതായിരിക്കും. അത് വളരെ ജസ്റ്റ് ചെറിയൊരു ബിറ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ലൂഡോ കളിക്കുന്ന ബിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അധികമൊന്നുമില്ല. നമ്മുടെ ലൂഡോ കളിക്കുന്ന ഒരു സെഷൻ, പിന്നെ സീരീസ് ആണ് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ബോറടിക്കും. ലൂഡോ കളിക്കുന്നു. അതിനുശേഷം ഞാൻ ലൂഡോ കളിക്കുന്ന സമയത്തൊക്കെ പോപ്കോൺ കഴിക്കും. അപ്പോൾ ഈ ദേവ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് ഈ ചിപ്സിൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെ പോപ്കോൺ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ അത് വീട്ടിലില്ലായിരുന്നു, തീർന്നു. അങ്ങനെ ഇന്ന് വൈഷ്ണവ് വന്നപ്പോൾ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ മാത്രം കിട്ടുമായിരുന്നു. അവൻ 4 എണ്ണം അവിടെ ഉള്ള കടയിലുള്ള മൊത്തം എടുത്തുകൊണ്ട് വന്നു. 4 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അതും കൊണ്ടുവന്നു. പിന്നെ അത് കഴിച്ചുകൊണ്ടാണ് ലൂഡോ കളിക്കുന്ന സെറിമണി. അതിനുശേഷം രാത്രി പല്ല് തേക്കുക, മരുന്നൊക്കെ ഇടുക, കിടന്നുറങ്ങുക. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആവാം. ബൈ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമുക്ക് സീരീസ് കാണുന്ന ടൈമാണ്. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ എപ്പിസോഡ്. ഞാൻ അപ്പോഴും ഓർത്തെ ഇന്നത്തെ 3ാമത്തെ എപ്പിസോഡ്. അമ്മ അവിടെ ബാക്കിൽ മാംഗോ ഒക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാത്രി മാംഗോ ആപ്പിളൊക്കെ ഞാൻ പണ്ട് കഴിക്കുന്നത്, ഇപ്പം എന്തോ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പേരയ്ക്ക കുറേ കഴിച്ചായിരുന്നു. അൻസ് ഇവിടെ ഇരുന്ന് BTSന്റെ സാധനങ്ങളൊക്കെ ഫോണിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. എന്തരാ ഹായ്. ഞാൻ ഐസ് ടീ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുടിച്ച് സീരീസാണ്. ഇപ്പോൾ പോസ് ചെയ്തൊക്കെയാണ്. കാരണം അമ്മ ഫ്രൂട്ട്സ് വെട്ടി കഴിഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു എപ്പിസോഡ് കാണുന്നതേക്കും നമ്മൾ ഫാമിലി മാനാണ് കണ്ടുപിടിക്കുന്നത്. ഓ ഹായ് ഹായ് ഹായ്. ഡിന്നർ കഴിച്ചു? ഓ സോറി. അപ്പൊ നമ്മളെല്ലാരും ഡിന്നർ കഴിച്ചു കഴിഞ്ഞില്ല. ഇഷാനി ഇപ്പോഴും സ്ലോ മോഷനിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
ഓക്കെ, ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആവാറായി നിൽക്കുകയാണ്. ഞാൻ എന്താ ലൂഡോയ്ക്കകത്ത് ഇരിക്കുകയാണ്. ഇന്ന് കളിക്കകത്ത് ലക്ഷ്മിയുണ്ട്, മോജോ ഉണ്ട്, കിച്ചു ഉണ്ട്, ഞാനുണ്ട്. ഓക്കെ, സോ കളി ഏതായാലും നടക്കട്ടെ. ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് ആസ് യൂഷ്വൽ. സോ നമുക്കിനി പല്ല് തേക്കുന്ന സമയമാകുമ്പോൾ കാണാം. ഓക്കെ, ഞാൻ പലപ്പോഴും വന്ന് സ്ഥിരമായിട്ട് ഇതെൻ്റെ ബാത്റൂമിലെ ടബിൻ്റെ ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം വലിയ ടബാണ്. നമ്മളെല്ലാവരും രാത്രി വന്ന് ഇവിടെ ഇരുന്നാണ് പല്ല് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റുള്ള ഫോണിൻ്റെ യൂസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും കിടന്നു, ഞാനും ഇതാകുമ്പോൾ കിടക്കാൻ പോവാണ്. നല്ല ഉറക്കം വന്നു തുടങ്ങി. അതുകൊണ്ട് എനിക്ക് പല്ല് തേച്ച് മുഖത്ത് മരുന്നൊക്കെ ഇടണം. അതൊക്കെ ഇരുന്ന് കാണിച്ചുകൊണ്ട് ഫുൾ ലാഗ് അടിച്ച് പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് 2.0 ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ do like, share and subscribe to my channel. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye guys.